ഉണ്ടായിരുന്നു? സിനിമ കൊള്ളാം, നൈസാണ്. എനിക്ക് കൂടുതൽ കണക്ക് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. കാരണം പടത്തിൻ്റെ മെയിൻ തീം വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. കുഴപ്പമില്ല, രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. പിന്നെ മെയിൻലി നമുക്ക് നമ്മുടെ ശ്രീചേച്ചിയുടെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാണ്ടിരുന്നത്. കാരണം നമ്മുടെ കൂടെയുള്ള ആളല്ലേ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലേ. ചേച്ചി വളരെ നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ ബ്രോ. അപ്പോൾ ഈ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ജനുവരി ഉണ്ടോ? ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടീസൊക്കെ ഞങ്ങൾ അപ്പോൾ ഞാൻ ഗപ്പിയായിട്ടൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഗപ്പി കുറേ ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കിലുണ്ടാവും മാരേജ്. അപ്പോൾ ഡേറ്റും പരിപാടിയൊക്കെ ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോയിലൂടെ അനൗൺസ് ചെയ്യാൻ സേവ് ദ ഡേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാടാ. ഷിയാസിന്റെ കല്യാണവും വരുവാണ്. ആ ഷിയാസിന്റെ മണ്ടേ അതിനുണ്ടോ? അതെ അതെ ഒരു ഷിയാസ് പറഞ്ഞില്ലേ, കല്യാണത്തിന്റെ ഡേറ്റ് പറഞ്ഞില്ലേ അല്ലേ? ഇന്നലെ ആ ഫോട്ടോ കിട്ടായിരുന്നല്ലോ. അതെ 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 അതെ. സിനിമയിലേക്ക് ഞാൻ ഇപ്പൊ സിനിമയ്ക്ക് വന്നടാ. നീ കൂടെ സിനിമയല്ലേ? ഇനി അടുത്ത എന്താ പരിപാടി? എടാ ഇനി അടുത്ത പരിപാടി എന്നാ, നമ്മളിപ്പോ ഞങ്ങളൊരു ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നിന്നിട്ട് പരിപാടീസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എനിക്ക് അത്ര അഭിനയം ചെയ്യാൻ അറിയുന്ന ആളൊന്നും അല്ലല്ലോ നമ്മളപ്പോൾ നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് നല്ല സാധനം ചെയ്യണ്ടേ, പറ്റുന്നൊരു സാധനം ചെയ്യണ്ടേ. ഇപ്പോൾ നമ്മുടെ ഗബ്രി ആയിക്കോട്ടെ, ശ്രീ ചേച്ചി ആയിക്കോട്ടെ, അവരൊക്കെ നമ്മുടെ മുടിയൻ, അവരൊക്കെ ഓൾറെഡി ഫീൽഡിലുള്ള ആൾക്കാരല്ലേ. നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ടീമിന്റെ ആണോ ഇൻഫ്ലുവൻസേഴ്സിന്റെ ബിഗ് ബോസിന്റെ ആയിട്ടൊരു അതിന്റെ അപ്ഡേഷൻസ് നിങ്ങളൊരു പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ കേസ് നമ്മളതിന്റെയോ ഇപ്പോൾ ഒരു നിലവിലിപ്പോൾ അതിന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളതിനകത്തൊരു റീസെന്റ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലെ. അത് ഞാൻ ഒഫീഷ്യലി പറയേണ്ട അവരാണ്. പ്ലാനിങ് ആണ്. നമ്മൾ ഷോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോൾ ബിഗ് ബോസിലെ 6 സീസൺ അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന സീസണിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു വേദി പങ്കിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാരെ രസിപ്പിക്കണമല്ലോ. നൈസായിരിക്കും വിചാരിക്കുന്നു. അതിന്റെ കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. കിക്കിന്റെ കാര്യങ്ങളാണെങ്കിലും അതിന്റെ കാര്യങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. സായി മോർണിംഗിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു അതും ഒഫീഷ്യലായിട്ട് അവർ തന്നെയാണ് പറയേണ്ടത്. അറിഞ്ഞു കാണുമല്ലോ അതിന്റെ മൂവി കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചർച്ച അത് എല്ലാം നടക്കുന്നുണ്ട്. അതിന്റെയും ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ആയി എന്നൊക്കെ എനിക്ക് ഇങ്ങനെ സായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ മെയിൻ അങ്ങനല്ല, അതിനകത്ത് ഇത്ര കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പം മെയിൻ അവരല്ലേ അഭിനയിക്കാൻ കഴിവുള്ള ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിന്റെ ഭാഗമായിട്ടും കിക്കിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ. അവർ മെയിനായിട്ട് ചെയ്യട്ടെ. നമ്മൾ പഠിച്ചു വരുന്ന ആളല്ലോ, സമയമുണ്ടല്ലോ നമുക്ക് ചെയ്യാം. സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. ഹെൽത്ത് ഒക്കെ ഓക്കെ എല്ലാം ഓക്കെയാണ്. അതൊക്കെ കഴിഞ്ഞു. ആ ഘട്ടമേ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ ചർച്ച പോലും നമുക്ക് തന്നെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹെൽത്ത് വൈസ് ഒക്കെ ഞാനിപ്പോൾ ഓക്കെയാണ്. ഒരു കുഴപ്പമില്ല.